1915 $10,000 ഇപ്പോൾ എന്ത് മൂല്യം വരും? ഗൂഗിൾ സെർച്ച് പറയുന്നതേ നമുക്കറിയൂ. $3,00,000. ഇത്രയും മൂല്യമുള്ള സ്കോളർഷിപ്പിന്റെ കടലാസ് കീറിയെറിഞ്ഞിട്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഷീൻ എന്ന അമേരിക്കൻ യുവാവ് സെമിനാരിയിൽ ചേർന്നത്. കത്തോലിക്ക തിരുസഭയിലെ പൗരോഹിത്യം എന്ന മൺപാത്രത്തിലെ നിധി ജീവന്റെ വിലയുള്ളതാണെന്ന്, മറ്റൊന്നും അതിനൊപ്പം വരില്ലെന്നും വിശ്വസിച്ച യുവാവ്. അങ്ങനെ ഒരു സാഹസം ചെയ്ത യുവാവ് ആരാണെന്നറിയാത്ത വൈദികർ നമുക്കിടയിൽ ഇല്ല. അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഫുൾട്ടൻ ജെ ഷീൻ, വിശ്വപ്രശസ്ത സുവിശേഷ പ്രഘോഷകനായിരുന്ന ആ അമേരിക്കൻ കത്തോലിക്ക മെത്രാനെ അറിയാത്ത അൽമായരും കുറവായിരിക്കും. പൗരോഹിത്യത്തിന്റെ മൂല്യത്തെക്കുറിച്ച് തനിക്കുണ്ടായിരുന്ന ബോധ്യം തെറ്റിയില്ലെന്ന് ആധുനിക ലോകത്തിനും അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു. ഫുൾട്ടൻ ജെ ഷീൻ അല്ല നമ്മുടെ ചിന്താവിഷയം. അദ്ദേഹം സ്വന്തമാക്കിയ നിധി, അദ്ദേഹത്തെ പോലെ യേശുവിന് സജീവ സാക്ഷികളായ നിരവധി വൈദികർ സ്വന്തമാക്കിയ നിധി, അതേ നിധിയാണ് ഒട്ടും കുറവില്ലാതെ സീറോ മലബാർ സഭയിലെയും വൈദികർ സ്വന്തമാക്കിയിട്ടുള്ളത്. തങ്ങൾ മൺപാത്രങ്ങളും തങ്ങൾക്ക് കൈവന്ന പൗരോഹിത്യം നിധിയുമാണെന്ന ബോധനം അവർക്കൊക്കെയും ലഭിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഒരാളെങ്കിലും തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ നിരാശ കണ്ടെത്തുന്നെങ്കിൽ അത് വ്യക്തിപരമായ നഷ്ടവും പരാജയവും എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? അങ്ങനെ ആരെങ്കിലും പരാജയപ്പെട്ടെങ്കിൽ ആ വൈദികനെതിരെ ആളും വാളും എടുക്കേണ്ട കാര്യമില്ല. സ്വന്തം നഷ്ടത്തെക്കുറിച്ച് ബോധമതിയായി വഴിതിരുത്താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരിക്കും ഉത്തമം. എന്നാൽ തൻ്റെ പരാജയത്തിന് ഏതെങ്കിലും വൈദികൻ സഭയെ പരസ്യമായി വിമർശിക്കുകയും എതിരായി നീങ്ങുകയും ഇടർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്യുന്നെങ്കിൽ അത് ദുർബോധനമായി കണ്ട് തിരുത്തി കൊടുക്കുവാൻ നാവുകൾ ഉണ്ടാകണമല്ലോ. ഇത്തരത്തിൽ തിരുത്തി കൊടുക്കുന്ന വൈദിക സ്വരവും അൽമായ സ്വരവും സീറോ മലബാർ സഭയിൽ ഈ ദിവസങ്ങളിൽ കേട്ടു എന്നത് ദൈവീക നടത്തിപ്പ്. അതിന് കാരണമായ സംഭവം സീറോ മലബാർ സഭയിൽ അടുത്ത നാളുകളിൽ ഇതാദ്യം. പ്രതീക്ഷ നഷ്ടമായതിനാൽ പതിവ് വൈദിക വൃത്തി താൻ ഉപേക്ഷിക്കുകയാണെന്നും എന്തൊക്കെയോ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ മാത്രമായി പ്രൊഫഷൻ തുടരുമെന്നും ധ്വനിപ്പിക്കുന്ന വാക്കുകളാണ് ഒരു വൈദികനിൽ നിന്നും സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷമായത്. ആ വൈദികന്റെ പ്രതീക്ഷാഭംഗവും നിരാശയുമൊക്കെ വ്യക്തിപരമായ പരാജയമെന്ന് കാണാൻ അൽമായർക്ക് പോലും കഴിയും. എന്നാൽ അതിനു പകരം സീറോ മലബാർ സഭയെ പഴിക്കാനുള്ള ആയുധമായി ചിലർ കയ്യിലെടുത്തു എന്നതാണ് പരാജയത്തിന് കൂടുതൽ കനം വെപ്പിക്കുന്നത്. സത്യത്തിൽ എന്താണ് ആ വൈദികന്റെ പരാജയം? തൻ്റെ വില തീരാത്ത അഭിഷേകത്തിന്റെ വില അറിയാതെ പോയി എന്നതല്ലേ? അത് ബുദ്ധി കൊണ്ട് കേട്ടറിഞ്ഞതിനപ്പുറം ജ്വലിക്കുന്ന അനുഭവമായി മാറിയില്ല എന്നതല്ലേ? അത് നിശ്ചയമായും സീറോ മലബാർ സഭയുടെ പരാജയമല്ല. സഭയെ ചങ്കിൽ ചേർത്തുകൊണ്ട് കാലഘട്ടത്തിന്റെ വെല്ലുവിളിക്കെതിരെ പ്രതിരോധം തീർക്കാൻ താപസത്തിന്റെ എളിമ വരിച്ച ഒരു മേലധ്യക്ഷൻ ഇപ്പോൾ തന്നെ സീറോ മലബാർ സഭയിൽ നമുക്കിടയിൽ ഉണ്ടെന്ന് ആ വൈദികൻ ഓർക്കാതെ പോയോ? വളരെ ലളിതമായി മാത്രം ഇക്കാര്യം നോക്കി കാണാൻ ശ്രമിക്കാം. സഭയെ നയിക്കുന്നവരെല്ലാം തികഞ്ഞ വിശുദ്ധരായി കഴിഞ്ഞെന്ന് ആരും കരുതാറില്ല. അങ്ങനെ നിർബന്ധം പിടിക്കാനും കഴിയില്ല. വിശുദ്ധിയാണ് ഒത്തുതീർപ്പില്ലാത്ത ലക്ഷ്യമെന്ന് വരുമ്പോഴും മനുഷ്യരുടെ ബലഹീനത യാഥാർത്ഥ്യം തന്നെയാണ്. ആ നിലയ്ക്ക് സഭയെ നയിക്കുന്നവരുടെ വിശുദ്ധി മാത്രമാണ് തൻ്റെ പൗരോഹിത്യ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്നൊരു വൈദികൻ കരുതിയാൽ അത് പ്രായോഗിക ഭോഷത്വമെന്ന് സങ്കടപ്പെടാനേ കഴിയൂ. പക്ഷേ അങ്ങനെ ഒരു ഭോഷത്വത്തിന്റെ കനത്ത വിലയും പിഴയും ഓർക്കാതെ പോയാൽ ഭയാനകമാണ് കാര്യം. മൺപാത്രം മാത്രമായ തൻ്റെ കരങ്ങളാലുള്ള കുദാശ ശുശ്രൂഷകൾ വഴി അനേകരിലേക്ക് രക്ഷാകരമായ കൃപയുടെ പ്രവാഹം തുറന്നു കൊടുക്കാനുള്ള യേശുവിൻ്റെ ലക്ഷ്യത്തെ താൻ തടയുന്നു എന്ന ഭയാനകത. ബലഹീനരായ അനേകരുടെ രക്ഷയ്ക്ക് കൃപയുടെ ചാല് തുറന്നു കൊടുക്കാൻ തന്നെ തെരഞ്ഞെടുത്ത യേശുവിനോട് എനിക്ക് മനസ്സില്ല എന്ന് പറയുന്ന ഭയാനകത. ഒരു പക്ഷേ അതിനേക്കാൾ ഭയാനകമല്ലേ ഇങ്ങനെയൊരു വൈദികൻ പറയാൻ കാത്തിരുന്ന മാതിരി സീറോ മലബാർ സഭയിലാകെ കുഴപ്പമെന്ന് ചിത്രീകരിച്ച്
സർവത്ര ഇടർച്ചയുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ നടപടി. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? സഭയ്ക്ക് പുറത്തെ ലോകത്തിൻ്റെ അംഗീകാരവും ചാനലുകളിൽ പുതിയ ചർച്ചാകാരന്മാരായി ക്ഷണിക്കപ്പെടുകയുമെന്ന അവസരമോ? തിരുസഭയെ ഒറ്റിക്കൊടുത്തു വാങ്ങാൻ കഴിയുന്ന പ്രശസ്തിയും മറ്റെന്തെങ്കിലും നേട്ടങ്ങളുമോ? ഒരു കാര്യം ഏതു സാധാരണ വിശ്വാസിക്കും പറയാൻ കഴിയും: വൈദിക കരങ്ങളിൽ നിന്ന് തങ്ങൾ സ്വീകരിച്ച കുദാശകളുടെ വില അറിയുന്ന ഒരാളും സീറോ മലബാർ സഭയെയോ വൈദികരെയോ മേലധ്യക്ഷന്മാരെയോ നിന്ദിക്കാനും അപമാനിക്കാനും തുനികയില്ല. കുദാശകളുടെ രക്ഷാപര മൂല്യം അനുഭവിച്ചിട്ടുള്ള ഒരാൾക്കും സഭാ നേതൃത്വത്തോടും വൈദികരോടും ധിക്കാരം കാട്ടാനും കഴിയില്ല. വിയോജിപ്പും എളിമയുള്ള വിമർശനവും ഉണ്ടാകാം, പക്ഷേ ധിക്കാരവും അവഹേളനവും കാട്ടില്ല, തള്ളിപ്പറയില്ല. സഭയെയും സഭാനായകരെയും തള്ളിപ്പറഞ്ഞും പരസ്യമായി വിമർശിച്ചും അവഹേളിച്ചും നീങ്ങുന്നവർ സ്വയം രക്ഷകരും പ്രവാചകരുമാകാൻ ശ്രമിക്കുകയാണ്. പിശാച് സൃഷ്ടിക്കുന്ന വ്യാമോഹത്തിന്റെ പിടിയിലാണവർ. ഇന്നലെ വരെ അവർ സഭയിലെ ശുശ്രൂഷകർ സ്വീകരിച്ചിരുന്നത് യാന്ത്രിക മാത്രമായിരുന്നോ? അവരുടെ മുന്നിലെ അപകടത്തെക്കുറിച്ച് അവർ അറിയുന്നില്ലെങ്കിലും എളിമയുള്ള ഏതു വിശ്വസിക്കും അറിയാം. അവരോട് ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ: വൈദികത്വം ഒരുപാട് അത്ഭുത സാധ്യതകളുള്ള ദൈവിക ഉദ്യോഗമാണ്. ശാന്തമായ കുദാശ ശുശ്രൂഷ മുതൽ മഹത്തായ രക്തസാക്ഷിത്വം വരെ നിർലീന സാധ്യതയായി കുടികൊള്ളുന്ന യേശുവിൻ്റെ ഉദ്യോഗം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും പിശാചുകളെ ബഹിഷ്കരിക്കാനുമുള്ള അധികാരവും അനേകരെ മാനസാന്തരപ്പെടുത്താനുള്ള കൃപാവരവും വരെ സമ്മേളിക്കുന്ന ദിവ്യോദ്യോഗം. അനേകരുടെ നിത്യരക്ഷയ്ക്ക് ഉപകരണമാകാൻ അവസരവും ഭാഗ്യവും നൽകുന്ന പൗരോഹിത്യത്തിൻ്റെ വൈശിഷ്ട്യം ഒരു വൈദികനും നിർഭാഗ്യവശാൽ പോലും നിസ്സാരമായി കാണാതിരിക്കട്ടെ. പൗരോഹിത്യത്തെ നിന്ദിച്ച് വിശ്വാസികളെ ഇടർച്ചയിലാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾക്ക് വൈദികരിൽ ഒരാൾ പോലും അറിയാതെ പോലും ബലമേകാതെ പോകട്ടെ.